9-ാം കൽപ്പന ഹൃദയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണെങ്കിൽ 10-ാം കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നത് അമിതമായ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളിൽ നന്ദിയുള്ളവരായിരിക്കുവാൻ ഈ കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്കുള്ള സൗഭാഗ്യങ്ങളോ സമ്പത്തോ കണ്ട് അസൂയപ്പെടുന്നതിന് പകരം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളവയിൽ സംതൃപ്തി കണ്ടെത്തുകയാണ് വേണ്ടത്. അന്യൻ്റേത് എന്നതിനോടുള്ള അമിതമായ ആഗ്രഹം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും. മറ്റൊരാളുടെ വളർച്ചയിലോ നേട്ടത്തിലോ ദുഃഖിക്കുന്ന അവസ്ഥയാണ് അസൂയ. 10-ാം കൽപ്പന അസൂയ എന്ന തിന്മയെ വേരോടെ പിഴുതെറിയാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അയൽക്കാരൻ്റെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തീയ സ്നേഹത്തിലേക്ക് വളരുന്നത്. ഈ ലോകത്തിലെ വസ്തുവകകളിലല്ല, മറിച്ച് ദൈവത്തിലാണ് നമ്മുടെ യഥാർത്ഥ നിധി ഇരിക്കുന്നതെന്ന് ഈ കൽപ്പന വ്യക്തമാക്കുന്നു. അമിതമായ ഭൗതിക വ്യാമോഹങ്ങൾ ദൈവത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു. ലളിതമായ ജീവിതശൈലിയും പങ്കുവയ്ക്കാനുള്ള മനസ്സും വളർത്തിയെടുക്കാൻ ഈ കൽപ്പന പ്രേരിപ്പിക്കുന്നു. കർത്താവേ, എനിക്കുള്ള നന്മകളിൽ തൃപ്തിപ്പെടാനും അസൂയയില്ലാത്ത ഒരു ഹൃദയം സ്വന്തമാക്കാനും എന്നെ സഹായിക്കണമേ. എൻ്റെ ആഗ്രഹങ്ങളെ നിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി ക്രമീകരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.